Welcome to Sunrise English class. Hello everyone, ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്ന ഏതാനും സെന്റൻസസ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് സെന്റൻസ്, അനു സിനിമ കാണുകയാണ്. അനു ഈസ് വാച്ചിങ് എ മൂവി. അടുത്ത സെന്റൻസ്, പുറത്ത് കനത്ത മഴ പെയ്യുകയാണ്. ഇറ്റ്സ് റെയിനിങ് ഹെവിലി ഔട്ട്സൈഡ്. അടുത്ത സെന്റൻസ്, അവൻ ഓഫീസിൽ പോവുകയാണ്. ഹീ ഈസ് ഗോയിങ് ടു ദി ഓഫീസ്. അടുത്ത സെന്റൻസ്, ഞാനിപ്പോൾ പാചകം ചെയ്യുകയാണ്. ഐ ആം കുക്കിംഗ് റൈറ്റ് നൗ. അവൾ പത്രം വായിക്കുകയാണ്. ഷീ ഈസ് റീഡിങ് എ ന്യൂസ് പേപ്പർ. അതായത് ഒരു പ്രവൃത്തി പ്രസൻറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കണ്ടിന്യൂവസ് എന്ന് പറഞ്ഞാൽ എന്താ, തുടർച്ചയായി. അപ്പോൾ ഏത് വെർബാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ ING ചേർത്ത് ഉപയോഗിക്കണം. ഷീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ. അവൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വെർബ് എന്താ, പ്രവൃത്തി എന്ന് പറയുന്നത് റീഡാണ്. റീഡിൻ്റെ കൂടെ ING ചേർത്തു. ഷീ ഈസ് റീഡിങ് എ ന്യൂസ് പേപ്പർ. ഐ വരുമ്പോൾ ആം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഹീ, ഷീ, ഇറ്റ്, എനി നെയിം സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ യു, വി, ദേ പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ആറ് ഉപയോഗിക്കുന്നു. അടുത്ത സെൻറ്റൻസ്, എൻ്റെ സഹോദരിയുടെ വിവാഹം. ഞാൻ അവളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. മൈ സിസ്റ്റർ ഈസ് ഗെറ്റിംഗ് മാരീഡ്. ഐ ആം ഗോയിങ് ടു അറ്റൻഡ് ഹെർ വെഡ്ഡിംഗ് സെറിമണി. വെഡ്ഡിംഗ് സെറിമണി എന്ന് പറഞ്ഞാൽ വിവാഹ ചടങ്ങ് എന്ന മീനിങ് ആണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഐ ആം മേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ക്യാരറ്റ് അരിയുകയാണ്. ഐ ആം ചോപ്പിംഗ് എ ക്യാരറ്റ്. ചോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അരിയുക എന്ന മീനിങ് ആണ്. അടുത്ത സെൻറ്റൻസ്, ഇന്ന് വൈകിട്ട് എന്താ പരിപാടി? വാട്ട് ആർ യു ഡൂയിങ് ദിസ് ഈവനിങ്? നീ എന്തിനാണ് ചോദിക്കുന്നത്? വൈ ആർ യു ആസ്കിങ്? അടുത്ത സെൻറ്റൻസ്, എന്താ കാര്യം, എന്താണ് നിങ്ങളെ അലട്ടുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നത്? വാട്ട്സ് ദ മാറ്റർ, വാട്ട്സ് ബോദറിങ് യു? വാട്ട്സ് ദ മാറ്റർ, വാട്ട്സ് ബോദറിങ് യു? ഞാൻ ഇന്ന് വൈകുന്നേരം വരുന്നുണ്ട്. ഐ ആം കമ്മിങ് ദിസ് ഈവനിങ്. അടുത്ത സെൻറ്റൻസ്, ഞാൻ എൻ്റെ നഖം വെട്ടുകയാണ്. ഐ ആം ക്ലിപ്പിംഗ് മൈ നെയിൽസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.